ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം? അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന 13 കിടിലൻ ജോലികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്താണ് കോൾ സെന്റർ എക്സിക്യൂട്ടീവ്? അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമേഴ്സ് അവർക്കുള്ള സംശയങ്ങളും അവരുടെ പരാതികളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അവരുമായി സംസാരിക്കുന്ന കമ്പനിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് കോൾ സെന്റർ എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്നത്. മേജറായിട്ട് അവർ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് കസ്റ്റമറെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മാത്രമാണ് കോൾ സെന്റർ കമ്പനികൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ ജോലി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഇപ്പോൾ GCC കൺട്രികളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2500 മുതൽ 3000 ദിർഹംസ് വരെ പലപ്പോഴും ശമ്പളം ലഭിക്കുന്നുണ്ട്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60,000 മുതൽ 65,000 രൂപ വരെയൊക്കെ മാസം തോറും ശമ്പളം ലഭിക്കുന്നുണ്ട് കോൾ സെന്റർ ജോലി എന്ന് പറയും. രണ്ടാമത്തേതാണ് ടെലിമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെലിമാർക്കറ്റിംഗും കോൾ സെന്ററും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഓവർ ദ ഫോണാണ് കസ്റ്റമറെ വിളിക്കുന്നതെങ്കിൽ, പക്ഷേ ടെലിമാർക്കറ്റിംഗിൽ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ കസ്റ്റമറിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ പറയുന്നത് സാർ ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഇന്ന കമ്പനിയുടെ ഇന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും കസ്റ്റമറെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ കസ്റ്റമറോട് സംസാരിച്ചിട്ട് കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെലിമാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടെലിമാർക്കറ്റിങ്ങിന് നേരത്തെ പറഞ്ഞ കോൾ സെന്റർ എക്സിക്യൂട്ടീവിനേക്കാളും കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ട്. ഇവിടെ ഒരു സെയിൽസ് ജനറേറ്റ് ആവുന്നുണ്ട്, റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൾ സെന്റർ എക്സിക്യൂട്ടീവിനേക്കാളും സാലറി ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് സാലറി പ്ലസ് അവരുടെ കെയർ ഓഫിൽ നടക്കുന്ന ബിസിനസ്സുകൾക്ക് കമ്മീഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ 65,000 മുകളിൽ പ്ലസ് കമ്മീഷനോട് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ പല സ്ഥലങ്ങളിലും ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്. മൂന്നാമതാണ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. എന്താണ് ഈ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെന്നു, ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നു, ഒരു ഹോട്ടലിൽ കയറി ചെന്നു. അപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസ് ഡെസ്ക്, ഫ്രണ്ട് ഡെസ്കിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ. ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ട ഉത്തരം എന്താണ് അല്ലെങ്കിൽ നമ്മളെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ കസ്റ്റമറോട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് കസ്റ്റമർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ ഫ്രണ്ട് ഡെസ്ക്, റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരുപാട് ജോലികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഹോട്ടലിലായാലും ഹോസ്പിറ്റലുകളിലായാലും വലിയ വലിയ ഓഫീസുകളിലായാലും സ്കൂളുകളിലായാലും എവിടെ പോയാലും ഈ റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഓഫീസിലും ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്മിൻ സ്റ്റാഫായിട്ട് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫായിട്ട് പലയിടത്തും ജോലി ലഭിക്കുന്നുണ്ട്. സാലറിയൊക്കെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ഒരു റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ കമ്പനികളുടെ ഒരു സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച് സാലറിയുടെ നിലവാരം കൂടി പോകും. ആകെ ചെയ്യേണ്ടതില്ല, ആകെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷനിൽ എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ റാങ്ക് ഉണ്ടോ, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ എന്നൊന്നുമല്ല അവർ ചോദിക്കാൻ പോകുന്നത്. ആകെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കസ്റ്റമറോട് വ്യക്തമായിട്ട് കസ്റ്റമറെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ, കസ്റ്റമറെ ഹാപ്പി ആക്കുന്ന രീതിയിൽ കസ്റ്റമർ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മളെ ഏൽപ്പിക്കുകയും ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കമ്പനി നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമറെ കണ്ടതിന് ശേഷം കസ്റ്റമറോട് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുകയും കസ്റ്റമറെ പറഞ്ഞ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി സെയിൽസ് ജനറേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾ ഒരുപാട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടും. ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോണ്, വെഹിക്കിൾ ലോണ്, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടും. അല്ലെങ്കിൽ മറ്റ് ഫാർമ കമ്പനികൾ അല്ലെങ്കിൽ FMCG കമ്പനീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഹാർഡ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഗാർമെൻറ്റ്സിലായാലും എവിടെയായാലും സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാകെ ശ്രദ്ധിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ കുറച്ച് സ്മാർട്ടാണോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കസ്റ്റമറോട് പറഞ്ഞ് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനിയും ഇറക്കുന്ന പ്രൊഡക്റ്റ് യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും. ആ കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു പ്രോപ്പർ ട്രെയിനിങ് എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കും. അപ്പോൾ ആ സ്റ്റാഫുകൾക്ക് ആ കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയെടുത്ത് കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ആക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ബേസിക്കലി മാക്സിമം നിങ്ങൾക്ക് ഒരു +2 യോഗ്യത ഉണ്ടോ എന്ന് അവർ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. പക്ഷേ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം മേടിക്കുന്ന ഒരുപാട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാർ ഇവിടെ പല കമ്പനികളിലും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. FMCG ആയാലും ഫാർമസ്യൂട്ടിക്കലായാലും അല്ലെങ്കിൽ ഏതൊരു സെഗ്മെൻ്റ് എടുത്താലും, ബാങ്കിങ് ആയാലും IT ആയാലും ഇതിലെല്ലാത്തിലും ഒരു ഏകദേശം ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ സാലറി പലർക്കും ലഭിക്കുന്നുണ്ട് കേട്ടോ.
ഒരു ജോലിയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊമോട്ടേഴ്സ്? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും പ്രൊമോട്ടേഴ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ബ്രാൻഡിൻ്റെ കൗണ്ടറുകൾ പലരും കണ്ടിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്റ്റാൻഡ് കാണിക്കും. ആ സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു പ്രൊമോട്ടർ വർക്ക് ചെയ്യുന്നത്. അതായത് അവർ ആ പ്രൊഡക്റ്റിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ആ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളെ നേരത്തെ സെയിൽസ് റെപ്പ് പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെ കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവരുടെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ വിൽക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ഒരുപാട് ഷോപ്പിംഗ് മാളുകളിൽ ഈ സെയിൽസ് പ്രൊമോട്ടേഴ്സിന് ഇഷ്ടംപോലെ വേക്കൻസികൾ ഇവിടെ പലയിടത്തും കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ജോലിയാണ് കേട്ടോ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അടുത്താണ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിലായാലും അറിയാം. നമ്മുടെ നാട്ടിലായാലും കാര്യമായൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ പോലും റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ബൂമിങ് ചെയ്തിട്ടുള്ള ടീമുകളാണ് അല്ലേ. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് വന്നാൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് ടോപ്പിക് തന്നെയാണ് ഇത് എപ്പോഴും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഫ്ലാറ്റ് വാങ്ങാനും വില്ല വാങ്ങാനും ഇത് വാങ്ങിയത് വിൽക്കാനൊക്കെ ആയിട്ട് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളായിട്ട് പലപ്പോഴും ടൈപ്പ് നടത്തുന്നുണ്ട്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് നല്ല കണക്ഷനുണ്ട്, കസ്റ്റമറൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ നല്ല സ്മാർട്ടായിട്ടുള്ള കഴിവുള്ള ആളുകളുണ്ട് ണ്ടെങ്കിൽ അവർ വാങ്ങുന്ന സാലറി ചിലപ്പോൾ ഒരു മിനിമം സാലറി 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ശമ്പളം ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും അവർ വാങ്ങുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര തരത്തിലുള്ള കമ്മീഷൻ വാങ്ങുന്നുണ്ട്. ജോലിക്ക് അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ നടത്തുന്ന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക റിയൽ എസ്റ്റേറ്റിൽ. പക്ഷേ അതൊരു ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്ത് ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷക്കണക്കിന് രൂപ പല ഏജൻറ്റുമാർക്കും കമ്മീഷനായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര സ്മാർട്ടായിട്ട് നിങ്ങൾ ഭയങ്കര കണ്ണിങ് ആയിട്ട് കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ട ഒരു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖല കിട്ടലായിട്ടുള്ളൊരു മേഖലയാണ് കേട്ടോ. അടുത്തൊരു ജോലി മേഖലയാണ് കേട്ടോ ഇംഗ്ലീഷ് യൂട്യൂബർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇംഗ്ലീഷ് യൂട്യൂബർ? സാധാരണ ഒരു യൂട്യൂബറുണ്ട്, ഇംഗ്ലീഷ് യൂട്യൂബറുണ്ട്. ഈ സാധാരണ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന രീതിയിൽ മലയാളത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോകൾ കാണുന്ന ഓഡിയൻസ് കേരളത്തിലുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഓഡിയൻസ് മാത്രമായിരിക്കും ഇത് വീഡിയോ കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇതേ ടോപ്പിക്ക് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ലാതെ വരികയും ഈ യൂട്യൂബിനെ സംബന്ധിച്ച് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പലതരത്തിലുള്ള കാറ്റഗറികൾ ഓരോ രാജ്യത്തിനെ പറ്റിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 ചിലപ്പോൾ അമേരിക്ക, UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതുപോലുള്ള ഭീകര രാജ്യങ്ങളൊക്കെ ഗ്രേഡ് 1 കാറ്റഗറിയിൽ വരികയും അവിടെ താമസിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് റവന്യൂ ഒരുപാട് കൂടുതലാണ്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരു നിശ്ചിത ആളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല അവർക്ക് എത്രയാണ് ഏകദേശം വരുമാനം കിട്ടുന്നതെന്ന്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാണുന്നതിൻ്റെ 10ഉം 20ഉം ഇരട്ടിയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ നിങ്ങളുടെ അതേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു മേഖലയാണ് കേട്ടോ ഇംഗ്ലീഷ് യൂട്യൂബർ എന്ന് പറയുന്നത്. അടുത്തൊരു സംഭവമാണ് VIP ടാക്സി ഡ്രൈവർ. ചേട്ടാ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്യാവശ്യം അറിയാം, പക്ഷേ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന വണ്ടി ഓടിക്കാൻ മാത്രമാണ്. പക്ഷേ ഇവിടെ പല ഹോട്ടലുകളിലും VIP ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്, അതായത് VIP ആയിട്ട് വരുന്ന ഗസ്റ്റുകൾ, വലിയ ലക്ഷറി ആയിട്ട് താമസിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽ റൂമുകളൊക്കെ താമസിക്കുന്ന ആളുകൾ, അവർക്ക് പറ്റിയ ലക്ഷറി കാറുകളുണ്ട്. ഇവിടെ ലെക്സസിൻ്റെയും അല്ലെങ്കിൽ BMW ഒക്കെ കാറുകളാണ് ടാക്സി ആയിട്ട് ഇവിടെ കിടന്ന് ഓടുന്നത്. അപ്പോൾ ആ ടാക്സിയൊക്കെ ഓടിക്കാനായിട്ട് നോർമലി നമ്മളൊരു ഡ്രൈവർ തന്നെയാണ് ആവശ്യമുള്ളൂ. പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്കാണ് പ്രിഫറൻസ് കൂടുതൽ പലപ്പോഴും വരുന്നത്. ഈ ഒരു പ്രാക്ടീസ് നമുക്ക് നാട്ടിലും അപ്ലിക്കബിൾ ആണ് കേട്ടോ. കാരണം നിങ്ങളൊരു ടാക്സി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിദേശ ടൂറിസ്റ്റിനെ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സി ഡ്രൈവർ ഒരു ടൂർ ഗൈഡ് എന്നുള്ള നിലയിൽ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടാനും ആ ക്ലയൻറ്റിൻ്റെ കെയർ ഓഫിൽ തന്നെ അവരുടെ നാട്ടിൽ നിന്നോ പരിചയത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ടൂർ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി വിളിക്കാനും നമുക്ക് പൈസ കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അടുത്തൊരു സംഭവമാണ് ഫ്ലൈറ്റ് അറ്റൻഡ് എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ എയർപോർട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും. എയർപോർട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾ, ഫ്ലൈറ്റിനുള്ളിലുള്ള ക്യാബിൻ ക്രൂസ്, ഇവർക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അവരൊരു 12th ഗ്രാജുവേഷൻ ഒക്കെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പർട്ടിക്കുലർ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന ഗ്രാജുവേഷൻ വേണമെന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാഷ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കൂടുതൽ ഭാഷകൾ അറിയുന്നതോറും നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതലായിട്ടാണ് പല എയർലൈൻസിലും കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. പലരും പക്ഷേ ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, ജർമ്മൻ അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാഷകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് ഫ്ലൈറ്റ് അറ്റൻഡ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു സംഭവം RSP എന്ന് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്തിട്ട് ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് RSP എന്ന് പറയുന്നത്. പല ടെക് വീഡിയോകളും ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആളുകളെ വലിയ യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്താണ്, പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ആ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അതിൻ്റെ ടെസ്റ്റും ട്രയലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവർ വീഡിയോ ചെയ്യുകയും ആ വീഡിയോയുടെ അവസാനം അവർ പറയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് iPhone 15 Pro ഇറങ്ങിയതിൻ്റെ വീഡിയോ പല ടെക് ചാനലുകളും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഐഫോണിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അല്ലെങ്കിൽ കമ്പാരിസൺ വീഡിയോ ഒക്കെ എല്ലാം ചെയ്തതിന് ശേഷം ഏകദേശം വീഡിയോ അവസാനിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ട് അവർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഈ ഒരു ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഫോണിന് പറ്റിയ അല്ലെങ്കിൽ ഐപാഡ് ആണെങ്കിൽ ഐപാഡിന് പറ്റിയ പുതിയൊരു കവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്രാൻഡിൻ്റെ പേര് കാണുന്നില്ല, ഉദാഹരണം ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഓക്കെ ഞാനിപ്പോൾ ഐപാഡിൻ്റെ റിവ്യൂ ആണ് ചെയ്തത്, ഈ ഇത്രയും നല്ല ഐപാഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ഒന്നും കൂടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ കവർ മേടിച്ചിട്ടുള്ളൂ, ഈ കവർ ഇന്നൊരു ബ്രാൻഡിൻ്റെ കവറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയി നോക്കിക്കോ എന്ന് പറയും. അവിടെ അവർ ലിങ്കിൽ പോയിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 4 to 40% വരെ 4% മുതൽ 40% വരെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് പറയുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ, പുതിയ പ്രൊഡക്റ്റിനൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടാവും, അതിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം അവർ പറയുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാലും 1-2 പ്രൊഡക്റ്റുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ ലിങ്ക്, ക്യാമറയുടെ ലിങ്ക്, അതുപോലെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ള 1-2 ബുക്കുകളുണ്ട്, റിച്ച് ഡാഡ് പൂവർ ഡാഡ്, സാപ്പിയൻസ്, അല്ലെങ്കിൽ 21 lessons for the 21st century. ഇത്തരത്തിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള 2-3 ബുക്കുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആമസോണിൻ്റെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് മേടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 to 40% ആ ഒരു കമ്പനിക്കാർ നമുക്ക് എത്രയാണോ കമ്മീഷൻ തരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്മീഷൻ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏത് ലിങ്ക് വഴിയാണോ വന്നത് ആ യൂട്യൂബർക്ക് ലഭിക്കും. അപ്പോൾ ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പുതുതായിട്ട് മേടിക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഒരു ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ചെയ്യാനും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇടാനും അതുവഴി ആരെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില സമയങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ വൈറലായി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഒരുപാട് ആളുകൾ മേടിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ആഡ് റവന്യൂകളും കൂടുതൽ പൈസ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റ് വഴി ഇപ്പോൾ ലഭിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 12-13 ജോലികൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പൈസ, അത്യാവശ്യത്തിലേറെ പൈസ, നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 to 40-50,000 ഒക്കെ ആയിരിക്കും ഒരു ആവറേജ് നമ്മൾ പല കമ്പനികളിലും ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സാധ്യത. എന്നാൽ അതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലി മേഖലകൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെവിടെയും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആരും ചോദിക്കുന്നില്ല. ഈ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതറായിട്ടുള്ള റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്, 2008 റിസഷൻ വന്നിട്ട് മാർക്കറ്റ് ആകെ കൊളാപ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പോയിട്ട് $300 million ലോൺ എടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ അന്ന് ലോൺ എടുക്കാൻ ബാങ്കിൽ പോയിട്ട് എനിക്കൊരു 300 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നത്, ഇന്ത്യക്ക് പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്യൺ, അങ്ങനെയാണ് ബില്യൺ, ട്രില്യൺ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ BA അല്ലെങ്കിൽ നാട്ടിൽ BCom MCom ഒക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ അക്കൗണ്ടൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും ജോലിക്ക് വരുന്ന ആളുകൾ ഇവിടെ ഒരു ബേസിക് ഒരു കാൽക്കുലേഷൻ ചോദിക്കുമ്പോൾ ഈ ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മില്യണും എന്താണെന്ന് അറിയാതെ ഒറ്റ കാരണം കൊണ്ട് പല ആളുകളുടെയും ജോലി പോയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ $300 മില്യൺ കടെടുത്തു. അപ്പോൾ കടെടുക്കാൻ പോയപ്പോൾ പുള്ളിക്കാരൻ പറയുന്നൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ട് ഉണ്ട്. ഞാൻ അവിടെ കടെടുക്കാൻ പോയ സമയത്ത് ബാങ്കുകാർ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ എത്ര മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് റാങ്ക് കിട്ടിയോ, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായോ എന്നൊന്നല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്, നിങ്ങളുടെ കഴിഞ്ഞ 3 മാസത്തെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു കൊടുത്ത് ഇദ്ദേഹം പറഞ്ഞ അന്ന് ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1 ബില്യൻ്റെ പ്രോപ്പർട്ടി അവർ 300 മില്യൺ മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രൊജക്റ്റ്. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉത്തരം മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങുമ്പോൾ, നാളെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ കഴിവുകളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് നിങ്ങൾ എത്ര വരുമാനം നേടുന്നു എന്നുള്ളത് മാത്രമാണ് ഫാക്ടറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും വാല്യുബിൾ കിട്ടിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.